ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തിയിട്ടുള്ള പ്രീമിയം പാക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് വാട്ടർ ലില്ലി നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് പ്രീമിയം പാക്കിങ്ങിൻ്റെ ആവശ്യകത നോർത്ത് ഇന്ത്യയിലോട് നമ്മൾ നോർമലി പാക്കിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ നമുക്ക് കുറച്ചുകൂടി ദൂരോട്ടുള്ള സ്ഥലത്തൊക്കെ അയക്കുമ്പോൾ പോസ്റ്റ് വഴി അയക്കുമ്പോൾ എലികൾ കടിക്കുന്ന ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്രീമിയം പാക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാക്കിങ്ങിന് വേണ്ടി എത്തിയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ സൈസ് വേണ്ട അത്യാവശ്യം അടിപൊളി പ്ലാൻസ് ആണ്. ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നത് ഒന്ന് ഫോട്ടോയ്ക്കും കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു വീഡിയോ തന്നെ. ഓക്കെ, അപ്പോൾ ഇതുപോലെ അടിപൊളി പ്ലാൻസ് ആണ്. ഇതെല്ലാം വിത്ത് ഫ്ലവറുള്ള പ്ലാൻസ് ആണ്. വിത്ത് ട്യൂബേഴ്സ് എല്ലാം ഉള്ള പ്ലാൻസ് ആണ്. ഈ പ്ലാന്റ്. പിന്നെ നമുക്ക് വെറും പട്ടി ട്യൂബറുള്ള പ്ലാന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കസ്റ്റമർ ഇത് പറഞ്ഞു വലിയ പ്ലാന്റ് ഇല്ല, എൻ്റെ കയ്യിൽ ട്യൂബറുള്ള വലിയ പ്ലാന്റ് ഉണ്ട്. അടിപൊളി പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഇതെല്ലാം അതിന് പാക്ക് ചെയ്യണം. അത് പ്രീമിയം പാക്കിംഗ് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് മൊത്തത്തിലൊന്ന് കാണാം. ഫ്രണ്ട്സ്, നമ്മൾ പ്രീമിയം പാക്കിങ്ങിന് മെയിനായിട്ട് നമുക്ക് ആവശ്യം ഇതുപോലത്തുള്ള പാക്കിംഗ് കവറുകൾ നമുക്ക് ആവശ്യമാണ്. ഇതുപോലുള്ള കവർ ഇത് നമുക്ക് ഡബിൾ പാക്കിങ്ങിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് അത് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ മിറകാന്തയാണ് എടുക്കുന്നത്. ഓക്കെ, മിറകാന്തയുടെ ലേബൽ ചെയ്ത കവർ നമ്മൾ എല്ലാത്തിനും നോർമലി ലേബൽ ചെയ്ത് അയക്കാറില്ല. ഫ്ലവർ ഉള്ളതുകൊണ്ട് തന്നെ ലേബലിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ലേബൽ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലാന്റ് എടുത്തു. പ്ലാന്റ് എടുത്തതിന് ശേഷം ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇത്രയും മാത്രം പാക്ക് ചെയ്യും. ഇത് ഗിഫ്റ്റായിട്ട് ട്യൂബറും കൂടെ. കാരണം ഇതിൽ ഞാൻ പ്ലാന്റ് ഇളക്കിയപ്പോൾ ട്യൂബർ ഉണ്ടായില്ല. പിന്നെ എനിക്ക് ആ ട്യൂബർ വെച്ചിട്ട് എന്ത് ചെയ്യാം, കസ്റ്റമറിൻ്റെ സ്പെസിഫിക്കേഷൻ അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ ഒരെണ്ണം എടുത്തു. ഇതാണ് നമ്മുടെ പ്രീമിയം പാക്കിങ്ങിൽ മെയിനായിട്ടുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ള ഘടകം. പ്രീമിയം പാക്കിങ് ഇത്രയാണ്. ഇതിൽ ഈ കവറിനകത്ത് ഇറക്കി ഞാൻ മൂത്തുവിടും. ഇനി നമ്മളിതിനെ വീണ്ടും വേണ്ടി പാക്ക് ചെയ്യും. പ്രീമിയം പാക്കിങ്ങിൽ ഇതാണ് നമ്മൾ അതിലൊരു മെയിൻ ഘടകം. സംഭവം പൊളിയായി. ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ബാക്കി വരുന്ന ഭാഗം ന്യൂസ് പേപ്പർ ഇട്ട് നമ്മൾ വേറെ രീതിയിൽ ഫോൾഡ് ചെയ്ത് വിടും. ഓക്കെ, അപ്പോൾ നമുക്കിനി എല്ലാം ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യും. ഇനി ബാക്കി കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ പ്ലാന്റ്സിൻ്റെയും ഞാൻ കാണിക്കില്ല. കട്ട് ചെയ്തിട്ട് ഒരു പ്ലാന്റിൽ കണ്ടാൽ മതിയല്ലോ. എന്നതാ ഇനി കയറി കഴിഞ്ഞു. ഇനി അത് ജസ്റ്റ് ബാക്കി വരുന്ന ലീഫ് ഇതെല്ലാം. ഈ ലീഫ് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അത് വലിയ പ്ലാന്റ് ആയിരുന്നു, ശരിക്കും ലീഫ് ഉണ്ടായിരുന്നു. കണ്ട മൊട്ടുകളെല്ലാം ഉള്ള പ്ലാന്റാണ്. അപ്പോൾ ഞാൻ ഇനി നമുക്ക് ഓരോ പ്ലാന്റുകളായിട്ട് അതുപോലെ നമ്മൾ പാക്ക് ചെയ്യും. ഈ പ്ലാന്റൊക്കെ പാക്ക് ചെയ്യുന്നത് ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കാണാം. ഈ പ്ലാന്റിൻ്റെ മെയിൻ പാക്കിങ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് അടുത്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം എല്ലാം പാക്ക് ചെയ്തു. ഇത് ടിനയാണ്, ഇത് ബ്ലൂ വിസിൽ, ഇത് നമ്മുടെ മിറകാന്ത, പിന്നെ അടുത്ത് ഇത് യെല്ലോ ആണ്, ഇത് ഓറഞ്ച് ആണ്. അപ്പോൾ ഇതിലേക്ക് സൈസിനനുസരിച്ച് ഞാൻ കസ്റ്റമറിന് പറഞ്ഞിട്ടാണ് അവർക്ക് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ മേടിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഇനി നമുക്ക് പാക്ക് ചെയ്യണം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പൂട്ട് പേപ്പർ എടുക്കുക. ഒരു പൂട്ട് പേപ്പർ എടുത്തതിന് ശേഷം ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സ് എടുത്ത് നമ്മൾ ഇങ്ങനെയാണ് പാക്ക് ചെയ്തെടുത്തതിന്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ന്യൂസ് പേപ്പർ ഇട്ട് മതി. എടുത്തതിന് ശേഷം നമ്മളിതിനെ മൊത്തത്തിലൂടെ ഇനി വേറൊരു കവറിനകത്താക്കും. വേണമെങ്കിൽ ഒരു പേപ്പർ കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇതിന് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചതിന് ശേഷം നമുക്കിനി ഒന്നിനകത്തേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ അതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ പരിപാടി കഴിയും. അടുത്തതാണ് നമ്മൾ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് കഷ്ടപ്പാടുകളൊന്ന് കണ്ടോളണം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു കവറാണ്. ഇതുപോലത്തെ 2 കവറുകളിലേക്കാണ് നമ്മളിനി മാറ്റാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ചിലവ്, കുറച്ച് ചിലവുണ്ട്. ദാറ്റ്സ് ഐ കാൾ ദിസ് പ്രീമിയം പാക്കിങ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് ഇനി എലിയാശാന്മാർ വന്ന് കടിക്കരുത് എന്നുള്ളൊരു വിഷമാവസ്ഥയിൽ മാത്രമേ ഇവിടെ നിന്ന് അയക്കുന്നു. എലികൾ കുറച്ച് കഷ്ടമാണ് കേട്ടോ. നമ്മൾ നോർത്ത് ഇന്ത്യയിലോട്ട് അയക്കുമ്പോൾ ആ ഒരു പ്രശ്നം. കേരളത്തോടൊന്നും വലിയ കുഴപ്പമില്ല. എന്നാലും ഇതൊക്കെ ഒരു സമയമാകുമ്പോൾ ചേഞ്ച് ആകും. എലികൾക്ക് മനസ്സിലാവില്ല നമ്മുടെ കഷ്ടപ്പാടുകൾ. ഓക്കെ, അപ്പോൾ ഈ പാക്കിങ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് അങ്ങനെ ഡബിൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും 2 കവറിലേക്കാക്കി പാക്ക് ചെയ്തു. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തു. ഇനി ഇതിന് നമ്മൾ ഒരു കാർഡ്ബോർഡിൽ വെച്ച് നമ്മൾ റോൾ ചെയ്യും. ആ കാർഡ്ബോർഡിൽ വെച്ച് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു വൈറ്റ് ഇതിട്ട് നമ്മൾ കവർ ചെയ്യും. പക്ഷേ സത്യം പറഞ്ഞാൽ ഏകദേശം കൊറിയർ ചാർജ് മാത്രം എനിക്ക് കൊറിയർ ഓഫീസിൽ ഐ തിങ്ക് 150 പുറത്താവും. ഇത് രാജസ്ഥാനിലാണ് അയക്കാനുള്ളത്. പക്ഷേ നമുക്ക് വീണ്ടും എനിക്കിതിൽ ചിലവ് ഒരു 200 രൂപയാകും. പക്ഷേ ഞാൻ നോക്കുന്നില്ല. കസ്റ്റമർ സ്പെസിഫിക്കേഷനാണ് നമുക്ക് ആവശ്യം. താങ്ക് യു ഫ്രണ്ട്സ്. ആ റോൾ ബോക്സ് കറക്റ്റ് ആകത്തോണ്ട് ഞാൻ വേറെ റോൾ ബോക്സ് എടുത്തു. ഓക്കെ, ഇനി ഇതിന് ഒട്ടിച്ചെടുക്കുകയാണ് അടുത്ത പരിപാടി. ടാസ്ക് നമ്പർ 2.
ഒറ്റയ്ക്കുള്ള പരിപാടിയുണ്ട്. ഒരൊട്ടിക്ക് ഓക്കെ ആക്കി കഴിഞ്ഞാൽ ബാക്കി ഒരു പരിപാടി കഴിഞ്ഞു. ബാക്കി സിമ്പിളാണ്. ബാക്കി നമുക്കിനി ഇതുപോലെ അങ്ങ് പാക്ക് ചെയ്യാം. ഈ പാക്കിങ് ഞാൻ ഫാസ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം. നമ്മൾ ഇതുപോലെ 2-3 പാക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറ്റുന്നത് വീഡിയോയിൽ നമ്മൾ ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് നമ്മൾ അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് 2 സൈഡും സെറ്റായി. ഇനി ഓരോ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വൈറ്റ് ആക്കാം. ഇങ്ങനെ മാത്രം ചെയ്ത് കഴിഞ്ഞ് ഉറപ്പായിട്ട് എലി കൊണ്ടുപോകും. സോ നമുക്കിങ്ങനെ അടുത്തുള്ള സ്പെസിഫിക്കേഷൻ മെത്തേഡെന്ന് പറഞ്ഞില്ല. ഓക്കെ, ഇറ്റ്സ് ഗോയിങ് ടു ബി സെറ്റ്. ഇനി ഒന്ന് വലിഞ്ഞ് മുറുകേണ്ടി വരും. റോൾ ചെയ്ത് കുട്ടപ്പനാവും. ഇനി നമുക്ക് ഈ റോളെടുത്ത് റോൾ ചെയ്ത് കഴിയുമ്പോൾ ഈ പരിപാടി ഓക്കെ ആവും. ഇത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ടൈറ്റാക്കാം, എയർ ടൈറ്റാവും. എന്നിട്ട് ഓക്കെ, അങ്ങനെ കുറച്ച് പൈസ പൊട്ടിച്ചൊരു പാക്കിങ് കഴിഞ്ഞു. ഇനി ജസ്റ്റ് അഡ്രസ്സൊക്കെ എഴുതുക. ഫ്രണ്ട്സ്, അങ്ങനെ പാക്കിങ് അത്യാവശ്യം ഏകദേശം കഴിഞ്ഞു. അത്യാവശ്യം നല്ലൊരു എമൗണ്ട്, നമുക്കൊരു മിനിമം ഒരു 100 രൂപയ്ക്ക് അടുപ്പിച്ചായിക്കാണ് ഈ ഒരു പാക്കിങ്ങിന് മാത്രം ചിലവായ എമൗണ്ട്. ഓക്കെ, എന്നാലും നല്ല രീതിയിൽ കസ്റ്റമറിന് കിട്ടട്ടെ, അവർക്ക് നിറച്ച് ചെടികളായിട്ട് മാറട്ടെ. അവരെന്നെ അറിയുന്നില്ലെങ്കിൽ പോലും എൻ്റെ ഈ കുഞ്ഞു മക്കൾ അവിടെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഐ ഫീൽ റിയലി പ്രൗഡ് ആൻഡ് ഐ ഫീൽ റിയലി ഇറ്റ്സ് മൈ പാഷൻ ആൾസോ. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ട് മാക്സിമം ഓർഡർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. With lots of love, this is Arun going to signing out. Bye bye.